ഹായ് എവരിവൺ. റിലീസായിട്ട് കുറേ കാലമായെങ്കിലും OTT എന്ന സാധനത്തിന്റെ പടിവാതിൽ പോലും കാണാത്ത, അതിലൊന്നും വരാത്ത കുറേ സിനിമകൾ ഇപ്പോഴും നമ്മുടെ ചുറ്റിലുണ്ട്. അവ ഏതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപിന്റെ ബാന്ദ്ര എന്ന മൂവിയാണ്. രാമലീല എന്ന് പറഞ്ഞ ഹിറ്റിന് ശേഷം അരുൺ ഗോപിയും ദിലീപും കൂടി ഒന്നിക്കുന്നു, ദിലീപ് തിരിച്ചുവരവിന് ഒരുങ്ങുന്നു എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചൊരു മൂവിയാണ് ബാന്ദ്ര. പക്ഷേ സിനിമയുടെ പോസ്റ്ററും ബാക്കി ദിലീപിന്റെ ഹെയർ സ്റ്റൈലും ലുക്ക് കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല. ഇത് അടുത്തൊരു ഗുണ്ട് എന്നൊരു തോന്നൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. എന്തിനാണെന്നറിയില്ല, തമന്നേനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തമന്നയൊക്കെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഇങ്ങനത്തെ ഒരു പടത്തിലായിപ്പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. എന്തായാലും അതിപ്പോഴും തിയേറ്ററിലും ഭയങ്കര വലിയൊരു ബോംബ് തന്നെയായിരുന്നു. അതിപ്പോൾ OTTയും എടുത്തിട്ടില്ല. ഇതിന് വലിയ കാരണമുണ്ട് കേട്ടോ. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമൊക്കെ പുതിയ കാര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിയേറ്ററിലെ പെർഫോമൻസിനനുസരിച്ച് മാത്രമേ, അതിലെ കളക്ഷൻ റിസൾട്ട് നോക്കി മാത്രമേ സിനിമകൾ OTT എടുക്കൂ എന്നുള്ള പുതിയ ക്രൈറ്റീരിയ OTT പ്ലാറ്റ്ഫോമൊക്കെ എല്ലാ OTT പ്ലാറ്റ്ഫോമും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ പേരിലും കൂടിയാണ് ഇപ്പോൾ അധിക സിനിമകളും OTT വാങ്ങാത്തത്. അപ്പോൾ ഈ ബാന്ദ്ര മൂവിയുടെ കാര്യത്തിൽ ആമസോൺ പ്രൈം, അതുപോലെ ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളൊക്കെ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള റിസൾട്ടൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ അതിൽ ഇത്രയും കാലമായിട്ടൊരു കാര്യം ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ബാന്ദ്ര എന്ന മൂവി ആ പേര് മാത്രമായി ഒതുങ്ങി പോകുമെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത മൂവി നമ്മുടെ സ്വന്തം ഇക്കയുടെ, അതായത് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ബസൂക്കയാണ്. ഒരു വളരെ നല്ലൊരു ഗെയിം ത്രില്ലറായി അവർ തന്നെ വിശേഷിപ്പിച്ച ഒരു മൂവിയാണ് ബസൂക്ക. എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കായ മൂവി തന്നെയാണ് ബസൂക്ക. കണ്ടിരിക്കാനായാലും അതിലത്തെ വിഷ്വൽസ് ആയാലും ഒക്കെ നല്ല രീതിയിലുള്ള മേക്കിങ്ങും, ഒരു എക്സ്പെരിമെന്റൽ മൂവി എനിക്ക് അങ്ങനെ തോന്നുകയാണ് ചെയ്തത്. ബസൂക്കയുടെ കാര്യത്തിൽ ഒരു എക്സ്പെരിമെന്റൽ മൂവി എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഡിനോ ഡെന്നീസ് ആണ് അതിന്റെ ഡയറക്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഭയങ്കര നല്ല ഡയറക്ഷൻ ആയിരുന്നു. സോണി ലൈവും അതുപോലെ നെറ്റ്ഫ്ലിക്സ് OTT റൈറ്റ്സ് വാങ്ങി എന്നുള്ള വാർത്തകളൊക്കെ ഇതിനിടയ്ക്ക് വന്നിരുന്നു. പക്ഷെ അതിലൊന്നും കാര്യം ഒന്നും ഉണ്ടായിട്ടില്ല. ബസൂക്ക എനിക്ക് തോന്നുന്നു അധികം വൈകാതെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെ പെട്ടി കിടക്കേണ്ട ഒരു മൂവി അല്ല അത്. അടുത്തതായി നമ്മുടെ സ്വന്തം ദിലീപേട്ടന്റെ അടുത്തൊരു മൂവിയാണ് തങ്കമണി എന്നാണ് മൂവിയുടെ പേര്. ഈ മൂവിയുടെ പേര് പലരും കേട്ടിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. തങ്കമണി എന്നുള്ള മൂവി ആ പേര് കേൾക്കുമ്പോൾ തന്നെ കയ്യിൽ നിന്ന് പോയ ഒരു അവസ്ഥയാണ്. പക്ഷെ തങ്കമണി എന്ന് പറയുന്നത് ഒരു ബസ്സിന്റെ പേരോ മറ്റോ ആണ് കേട്ടോ. ഒരു പീരിയോഡിക് മൂവിയാണിത്. പക്ഷെ ഭയങ്കര ഡ്രാമാറ്റിക് മൂവി ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും വർക്കാവാത്തൊരു പോയ ഒരു മൂവിയാണ്. നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമുമായിട്ട് കുറെ ചർച്ചകൾ ഇതിലും നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവർ തങ്കമണിയൊക്കെ അടുത്ത കാലത്തൊക്കെ പൊങ്ങി വരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ കളക്ഷൻ കിട്ടാതെ പോയ മൂവി OTTയിൽ അതും കൂടി ചേർത്ത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഓരോ ഡിമാൻഡ് വെക്കുക. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ആരും ഒന്നും എടുക്കാനൊന്നും പോവില്ല. പിന്നെ അടുത്ത മൂവി നമ്മുടെ രാജുവേട്ടന്റെ വിലായത്ത് ബുദ്ധയാണ്. ഡയറക്ടർ സച്ചി സാറിന്റെ ഒരു ഡ്രീം ആയിരുന്നു വിലായത്ത് ബുദ്ധ എന്ന് കേട്ടിട്ടുണ്ട്. പല ഇന്റർവ്യൂകളിലും അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലൊക്കെ അദ്ദേഹം ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെന്ന് രാജുവേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. എന്തായാലും ജയൻ നമ്പ്യാറാണ് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന, സച്ചി സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ജയൻ നമ്പ്യാറാണ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സച്ചി സാറായിരുന്നു ഡയറക്ട് ചെയ്തിരുന്നു വെച്ചാൽ വേറൊരു പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റുമായിരുന്നു എന്നെനിക്ക് തോന്നി. ഇതിനേക്കാൾ മികച്ച രീതിയിൽ ചിലപ്പോൾ ഒരു പോകേണ്ട സിനിമയായിരുന്നു എന്ന് തോന്നി. ഡയറക്ഷന്റെ പ്രശ്നം എന്നല്ല ഞാൻ ടോട്ടലി പറയണത്. പക്ഷെ ഒരു വ്യക്തി മാറുമ്പോൾ നമുക്കറിയാലോ, സച്ചി സാർ എന്നൊക്കെ പറഞ്ഞ ഒരു വേറെ രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ്. അപ്പോൾ പുള്ളിയുടെ മേക്കിങ്ങിൽ ചിലപ്പോൾ ഈ സിനിമയെ പിടിച്ചു നിർത്താൻ സാധിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വിലായത്ത് ബുദ്ധയും അടുത്തായിട്ട് തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തത് രാമചന്ദ്ര ബോസൻകോ, നമ്മുടെ നിവിൻ പോലുള്ള രാമചന്ദ്ര ബോസൻകോ ആണ്. മോനെ ആ RDXന്റെ ടൈമിലോ മറ്റോ ഇറങ്ങിയതാണ് ഈ മൂവി. എന്തോ ഭാഗത്തിന് എനിക്കത് കാണാൻ പറ്റി. ഭാഗ്യം എന്ന് പറയാൻ കാരണം ഈ മൂവി എന്തായാലും ഇനി ഇറങ്ങാനൊന്നും പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ചരിത്രത്തിന്റെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചു. ആട്ടപ്പടം അത്ര തന്നെ. എനിക്ക് ഒറ്റ വാക്കി പറയാലോ, ഏതു സിനിമയ്ക്കും അതിൻ്റെതായ എഫേർട്ട് ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അതിനെ മാനിക്കാറുണ്ട്. പക്ഷേ ഈ സിനിമയൊക്കെ UAEയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ചെലവ് എടുത്തിട്ടുണ്ട്. ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവാൻ പറ്റും. നല്ല രീതിയിലുള്ള പൈസ പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ളതൊന്നും സ്റ്റോറിയിലാണെങ്കിലും ഒന്നും ഇല്ല. ഹനീഫ് അദേനിയാണ് ഇതിന്റെ ഡയറക്ഷൻ വന്നിരിക്കുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു മിക്കായിൽ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഒന്നിച്ച പടമായിരുന്നു ഇത് തോന്നുന്നു. പുള്ളി പിന്നെ മാർക്കോയൊക്കെ എടുത്ത് പുള്ളി സീനായി അങ്ങനെ പോയി. പിന്നെ അടുത്തത് ബൾട്ടി എന്ന് പറഞ്ഞ മൂവിയാണ്. ബൾട്ടിയൊക്കെ OTTയിൽ ഇറങ്ങാത്തത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതന്നെ ബിസിനസിന്റെ പ്രശ്നം തന്നെയായിരിക്കും. കാരണം ഒരു ഡീസന്റ് വാച്ച് തന്നെയായിരുന്നു. ഷൈനികം വളരെയധികം എഫേർട്ട് എടുത്ത് വളരെ നല്ലൊരു ആക്ടിങ് കാഴ്ചവെച്ചൊരു മൂവിയാണ് ബൾട്ടി എന്ന് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് അധികം വൈകാതെ തന്നെ OTT വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തത് അനോമി എന്ന് പറഞ്ഞ മൂവിയാണ്. ഭാവന ഒരു ബ്രേക്കിന് ശേഷം വന്ന മൂവിയാണ് അനോമി. ഇതും ഒരു ഡീസന്റ് വാച്ചാണ്, ഒരു ത്രില്ലർ മൂവിയാണ്. ഇതും എനിക്ക് തോന്നുന്നു ജിയോ ഹോട്ട്സ്റ്റാറിലുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ തന്നെ എടുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അടുത്തത് പള്ളിച്ചട്ടമ്പി. പള്ളിച്ചട്ടമ്പി അടുത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു പീരിയോഡിക് ആക്ഷൻ മൂവിയാണ്. നമ്മുടെ ടോവിനോയൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത ഒരു മൂവിയാണ് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്നത്. പിന്നെ ഡിജോ ജോസ് ആന്റണി, പുള്ളിയുടെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി അന്ന് ക്യൂനും അതുപോലെ ജനഗണമനയും ചെയ്തതിന് ശേഷം പുള്ളിക്ക് നല്ലൊരു സാധനം കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ ചെയ്ത
ചെയ്തത് മലയാളി ഫ്രം ഇന്ത്യയാണ്. എനിക്കത് കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കായി എന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ആ സിനിമയ്ക്കും ഇല്ല. ഒന്നില്ലെങ്കിൽ ജനഗണമന അല്ലെങ്കിൽ ക്യൂനിനൊക്കെ ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് പുള്ളിക്ക് നല്ല നല്ല സ്റ്റഫുമായിട്ട് വരാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ അടുത്തത് നമ്മുടെ അണ്ണന്റെ, അതായത് ലാലേട്ടന്റെ വൃഷഭ എന്ന മൂവിയാണ്. 200 കോടിയോ മറ്റോ ആണ് അതിന്റെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നത്. ആ 200 കോടി ഉണ്ടെങ്കിൽ 200 പടങ്ങൾ എടുക്കുക അവിടെ. അത്രയ്ക്ക് പടം എന്ന് പറഞ്ഞാൽ എന്തിനാ ലാലേട്ടനെ പോലത്തെ ആൾക്കാരൊക്കെ എന്തിനാ അതിലൊക്കെ പോയി തല വെക്കണമെന്ന് തോന്നി. പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്തൊരു മൂവി വൃഷഭ. പിന്നെ അടുത്തത് ആശാൻ എന്ന് പറഞ്ഞ മൂവിയാണ്. ഒരു ഇമോഷണൽ കോമഡി മൂവി എന്ന രീതിയിലാണ് ആശാൻ എനിക്ക് വർക്കായത്. നല്ല മൂവിയാണ്. നമ്മുടെ ഇന്ത്യൻ ചേട്ടനാണ് അതിലെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ ഡയറക്ടർ വന്നിരിക്കുന്നത് ജോൺ പോൾ ജോർജ് ആണ്. ഗപ്പി, അമ്പിളി ഒക്കെ പോലത്തെ മൂവീസ് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ പുള്ളിയുടെ മെയിൻ സാധനം ക്ലീശ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ പുള്ളിയുടെ ഈ പറഞ്ഞ ഗപ്പി ആയാലും അമ്പിളി ആയാലും തിയേറ്ററിൽ വർക്കായ പടങ്ങളൊന്നും അല്ല. പിന്നീട് OTT ഒക്കെ വന്ന സമയത്താണ് എല്ലാവർക്കും, അല്ലെങ്കിൽ TV-യിലൊക്കെ വന്ന സമയത്താണ് എല്ലാവർക്കും വർക്കായത്. ഇതിലെ സോങ് കുഞ്ഞിക്കവിൽ മേഘമേന്ന് തുടങ്ങുന്ന ഒരു സോങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെയധികം ഹിറ്റ് ആയിട്ടുള്ള സോങ് ആണ്. എനിക്ക് തോന്നുന്നു ജോൺ പോൾ ജോർജ് തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്, ആ വരികൾ എഴുതിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇത്രയൊക്കെയാണ് പെട്ടി കിടക്കുന്ന എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയ കുറച്ച് മൂവികൾ എന്ന് പറയുന്നത്. ഇനിയും മൂവികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തായാലും ഇത് നോക്കുമ്പോൾ പല നല്ല സിനിമകളും OTT എത്തപ്പെടാതെ നിൽക്കുന്നുണ്ട്, പെട്ടി തന്നെ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ചിലതൊക്കെ ഇറങ്ങാതിരിക്കണത് ഭേദം എന്ന് വരെ തോന്നാറുണ്ട്. പക്ഷെ ഒരു സിനിമ എന്ന് പറയുന്നത് എത്രയൊക്കെ പറഞ്ഞാലും ഒരു വലിയൊരു ടീമിന്റെ എഫേർട്ടാണ്. അപ്പൊ ആ ടീമിന് അതിൻ്റെതായ ഒരു കോമ്പൻസേഷൻ, അവർക്ക് അർഹിച്ച കോമ്പൻസേഷൻ എങ്കിലും കിട്ടണം എപ്പോഴും. അതുകൊണ്ട് OTT ഈ പറഞ്ഞ എല്ലാ സിനിമകളും എടുക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ കമന്റ്സുകൾ, നിങ്ങൾക്ക് ഈ സിനിമയിൽ ഏതെങ്കിലും കണ്ടതുണ്ടെങ്കിൽ കമന്റ്സ് ഒക്കെ രേഖപ്പെടുത്തുക, അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, ബൈ.